ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു 100-110ഓളം ജോബ് വേക്കൻസീസ്, ദുബായിലെ ജോബ് വേക്കൻസീസ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണേ. ഞാൻ ഡീറ്റെയിലേക്ക് പറയാം. അതിന് മുമ്പായിട്ട് പറയാം, ദുബായിൽ ജോബ് നോക്കുന്നവരായിക്കോട്ടെ, ദുബായിൽ വിസിറ്റിംഗ് പോയി നോക്കുന്നവരായിക്കോട്ടെ, ഈ കേരളത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് ദുബായിലേക്ക് ജോബ് നോക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ദുബായിൽ ജോബ് മാറി കയറാൻ നോക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും പറ്റിയൊരു അവസരമായിട്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം എൻ്റെ എല്ലാ വീഡിയോസിട്ട് വരാറ്. അതായത് ഇന്നത്തെ വീഡിയോയിലും പല ഇൻഡസ്ട്രിയിലുള്ള, അതായത് ഹോസ്പിറ്റൽസ്, ഹോട്ടൽ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഫാർമസിസ്റ്റ്, പിന്നെ കോൺട്രാക്ടേഴ്സ്, എൻജിനീയറിംഗ് ഇൻഡസ്ട്രി, QA അങ്ങനെ വ്യത്യസ്തമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അക്കൗണ്ട്സ്, ഫിനാൻസ്, HR അങ്ങനെ വ്യത്യസ്തമായ കുറേ ജോബ് വേക്കൻസീസാണ് ഞങ്ങളുടെ മുമ്പിൽ ഇന്നും അതെങ്ങനെയാണ് വന്നേക്കുന്നത്. ഡീറ്റെയിൽസിലേക്ക് പോവാം. അലി ആൻഡ് സൺസ് കോൺട്രാക്ടിങ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 25-ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് 15ഓളം ഓപ്പണിങ്സിൽ തന്നെ വ്യത്യസ്തമായ വീണ്ടും ഒരു ഉദാഹരണം ഫോർമാനായിട്ട് 4-5 വേക്കൻസീസ് അങ്ങനെ കുറേ വന്ന് ഡീറ്റെയിലേക്ക് പോകാം. ഫോർമാൻ വേക്കൻസി വന്നിട്ടുണ്ട് 3-4 എണ്ണം. പിന്നെ ജനറൽ ഫോർമാൻ വേക്കൻസി, സിവിൽ ഫോർമാൻ വേക്കൻസി, ഫിഷിംഗ് ഫോർമാൻ വേക്കൻസി, ഷട്ടറിംഗ് ഫോർമാൻ വേക്കൻസീസ്, കോൺക്രീറ്റ് ഫോർമാനായിട്ട്, പിന്നെ അസിസ്റ്റൻറ്റ് ഫോർമാനായിട്ട് വേക്കൻസി, പിന്നെ ചാർജ് ഹാൻഡ്, പിന്നെ ലേബേഴ്സിൻ്റെ വേക്കൻസീസ്, കാർപ്പൻറ്റേഴ്സിൻ്റെ വേക്കൻസീസ്, മേസണിൻ്റെ വേക്കൻസീസ്, സ്റ്റീൽ ഫിക്സറിൻ്റെ വേക്കൻസീസ്, സാൻഡ് ഹോൾഡേഴ്സിൻ്റെ വേക്കൻസി. അങ്ങനെ ഓൾമോസ്റ്റ് എഡ്യൂക്കേഷൻ അധികം ഇല്ലാത്തവർക്ക്, മിനിമം ദുബായിൽ ജോബ് നോക്കുന്നവർക്കൊക്കെ പറ്റിയ വേക്കൻസീസാണ് ഈ ബിൽഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ്ങിലേക്ക് വന്നേക്കണത്. അതായത് അലി ആൻഡ് സൺസ് കോൺട്രാക്ടിങ്ങിലേക്ക് വന്നേക്കണേ. ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ജോബ് നോക്കി നിൽക്കുന്നവർക്ക് പറ്റിയൊരു അവസരമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ കാർപ്പൻറ്റിംഗ് വർക്ക് നോക്കി നടത്തുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ ലേബർ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, കേരളത്തിൽ സിവിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും പറ്റിയൊരു അവസരമാണ് ദുബായിൽ നിങ്ങളുടെ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വാക്കിംഗ് ഇൻ്റർവ്യൂ ആയിട്ടാണ് വരുന്നത്. ഇവിടുന്ന് വിസിറ്റിംഗ് എടുത്ത് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വിസിറ്റിംഗ് നിൽക്കുന്നവർക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യാം. കാരണം ഇൻ്റർവ്യൂ വരുന്നത് എല്ലാ സാറ്റർഡേയും അവരുടെ അലി ആൻഡ് സൺസിൻ്റെ അബുദാബി 1 മരിയ പ്രൊജക്റ്റ് എന്ന് പറയുന്ന അവിടെ ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവരെ ഡയറക്റ്റ് വിളിക്കാം. +971543057 എന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12-1 മണി വരെയാണ് ഇൻ്റർവ്യൂ. എല്ലാ സാറ്റർഡേയും എല്ലാ ശനിയാഴ്ചയും അവർ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 4ഓളം ലൊക്കേഷനിൽ അവർ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് ലൊക്കേഷൻ വരുന്നത് ദുബായ് DMCC പ്രൊജക്റ്റിൽ അവർക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. പിന്നെ റാസ് എൽ ഖൈമ ദനാഹ് ബേ പ്രൊജക്റ്റിലേക്ക് വരുന്നുണ്ട് വേക്കൻസീസ്. അവരുടെയും ആ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം. ഓൾമോസ്റ്റ് 3-4ഓളം ലൊക്കേഷനിൽ അവർ ഈ വാക്കിംഗ് ഇൻ്റർവ്യൂ എല്ലാ സാറ്റർഡേയും നടത്തുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 12 മണി വരെയാണ്. ഓൾമോസ്റ്റ് ഒരു 10-30ഓളം വേക്കൻസീസ് ഈ 13ഓളം ഓപ്പണിങ്സിലേക്ക് 10-30 അല്ല, അതിന് മേലെ വേക്കൻസീസ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നതാണ് മെഡിക്കെയർ ഹോസ്പിറ്റൽസിലേക്ക് ഫാർമസിസ്റ്റിൻ്റെയും ഫിസിയോളജിസ്റ്റിൻ്റെ വേക്കൻസി, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി, റേഡിയോഗ്രാഫറിൻ്റെ വേക്കൻസി, ഹോം കെയർ കോർഡിനേറ്റേഴ്സിൻ്റെ വേക്കൻസി, ഫാർമസി ഇൻഷുറൻസ് കോർഡിനേറ്ററിൻ്റെ വേക്കൻസി, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലേക്കുള്ള വേക്കൻസി, സപ്ലൈ ചെയിൻ അസോസിയേഷൻ്റെ വേക്കൻസി, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിലെല്ലാത്തിനും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നേഴ്സസിൻ്റെ വേക്കൻസി, ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി, അങ്ങനെ ഓൾമോസ്റ്റ് 10-15ഓളം വേക്കൻസി ആയിട്ടാണ് ഈ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ വന്നേക്കുന്നത്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് 4ഓളം മെയിൽ ഐ ഡി ഞാൻ കൊടുത്തേക്കാം. recruitment@medicarehospitals.com അല്ലെങ്കിൽ asif.toduvelil@medicarehospital.com എന്നൊരു 3ഓളം മെയിൽ ഐ ഡി ഞാൻ കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് MCT ഗ്രൂപ്പിലേക്ക് ഒരു 8ഓളം വേക്കൻസിയിലേക്ക് 10-15ഓളം ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. ഇനി ഡീറ്റെയിലേക്ക് പറയാം. സെയിൽസ് എഞ്ചിനീയറിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. പിന്നെ QA/QC പ്രീകാസ്റ്റിലേക്ക് വേക്കൻസി, QA/QC ലാബ് വേക്കൻസീസ്, സിവിൽ എഞ്ചിനീയറിംഗ് വേക്കൻസീസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് സിവിൽ എഞ്ചിനീയർ ആയിട്ട്. പിന്നെ വരുന്നതാണ് സീനിയർ സൈറ്റ് സൂപ്പർവൈസർ, ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവർ വേക്കൻസി, ഫാക്ടറി ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി, നോർമൽ ഹെൽപ്പറിൻ്റെ വേക്കൻസി. ഓൾമോസ്റ്റ് ഒരു 10-15-20ഓളം വേക്കൻസി ഈ പറഞ്ഞ MCT ഗ്രൂപ്പിലേക്കും വന്നിട്ടുണ്ട്. ദുബായിൽ ജോബ് നോക്കി നടക്കുന്നവർക്കൊക്കെ പറ്റിയൊരു അവസരമാണ്. പിന്നെ അവരെ കോൺടാക്ട് ചെയ്യേണ്ടത് അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം 054-581-6443, അല്ലെങ്കിൽ അവരുടെ മെയിൽ ID HR@mctuae.com എന്ന് പറഞ്ഞ അവരുടെ മെയിൽ ID നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് തംവേ ഹോസ്പിറ്റൽ.
ദുബായിലെ വൺ ഓഫ് ദി ടോപ്പ് ഹോസ്പിറ്റൽസ് ഒന്നാണ് ഈ തമ്പെ ഹോസ്പിറ്റൽ. ഈ തമ്പെ ഹോസ്പിറ്റലിലേക്ക് ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ നേഴ്സുമാരുടെയും രജിസ്റ്റേർഡ് നേഴ്സുമാരുടെയും വേക്കൻസീസ് കുറേ വന്നിട്ടുണ്ട്. അവർ രാജ്മാൻ ബ്രാഞ്ചിലേക്കാണ് വന്നേക്കണേ, തമ്പെ ഹോസ്പിറ്റൽ. അപ്പോൾ അവരുടെ മെയിൽ അയക്കേണ്ടത് anly@hr.tambe.com എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ മെയിലിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഈ റാഫേൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിലേക്ക് ഒരു 10-40 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് പറയാം. F&B സർവീസിലേക്ക്, ഫ്രണ്ട് ഓഫീസിലേക്ക്, റെസ്റ്റോറൻറ്റിൽ ഹോസ്റ്റൽസിലേക്ക്, സെക്യൂരിറ്റി സൂപ്പർവൈസേഴ്സ്, ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറേ വേക്കൻസീസ് ഈ റാഫേൽ ഹോട്ടൽസിൽ വന്നിട്ടുണ്ട്. ദുബായ് ജോബിന് കയറി കിട്ടാൻ, അതായത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കയറി കിട്ടാൻ പറ്റിയൊരു അവസരമാണ്. അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷൻ മാത്രം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എഡ്യൂക്കേഷൻ, അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്തെങ്കിലും എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരങ്ങൾ ഈ വരുന്ന റാഫേൽ ഹോട്ടൽസിൽ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് സെക്യൂരിറ്റി സൂപ്പർവൈസേഴ്സ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ലൈൻ സൂപ്പർവൈസർ, മേസൺ, റെസിഡൻസ് മാനേജർ, വെയിറ്റർ ആൻഡ് വെയിറ്ററേഴ്സ്, റാഫേൽ ക്ലബ് ഏജൻറ്റ്. പിന്നെ വരുന്നതാണ് ഡയറക്ടർ ഓഫ് സെയിൽസിലേക്ക് അസോസിയേറ്റ്സിൻ്റെ കുറേ വേക്കൻസീസ്, ഡയറക്ടേഴ്സിൻ്റെ വേക്കൻസീസ്, ബട്ട്ലറിലേക്കുള്ള വേക്കൻസി, ടൈലറിങ്, ഡയറക്ടർ ഓഫ് പർച്ചേസിങ്, റൂം അറ്റൻഡൻറ്റ്, ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരമാണ് ഹൗസ് കീപ്പിങ്ങിലേക്ക് റൂം അറ്റൻഡൻറ്റിൻ്റെ വേക്കൻസി. പിന്നെ ഔട്ട്ലെറ്റ് മാനേജേഴ്സ്, ബാങ്കോട്ട് സർവീസിലേക്ക് കുറേ വേക്കൻസീസ് വരുന്നുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, ഒരു എക്സ്പീരിയൻസും വേണ്ട. പിന്നെ ഔട്ട്ലെറ്റ് മാനേജേഴ്സിൻ്റെ വേക്കൻസി ഓൾ ഡൈനിങ്ങിലേക്ക്. പിന്നെ റെസിഡൻസ് മാനേജർ, ഇന്ത്യൻ ആയിട്ട് കുറേ വേക്കൻസി. എഡ്യൂക്കേഷൻ ജസ്റ്റ് ഇല്ലെങ്കിലും ഇന്ത്യൻ ആയിട്ട് നിങ്ങൾക്ക് പറ്റും. +2 10 ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്യുക, മെയിൽ അയയ്ക്കുക. ഇന്ത്യൻ ആയിട്ട് ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യും. കാരണം കുറേ വേക്കൻസി ഉള്ള സംഭവമാണ് ഈ ഒരു അവസരം. ദുബായിൽ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഇന്ത്യനൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ റാഫേൽ ക്ലബിലേക്ക്, പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ റെസ്റ്റോറൻറ്റ് ലോബിയിലേക്ക്, പിന്നെ കോൺസിയാജ്, പ്ലംബേഴ്സിൻ്റെ വേക്കൻസീസ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, എഡ്യൂക്കേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പറ്റി കുറേ വേക്കൻസി ഈ വരുന്ന റാഫേൽസ് ഹോട്ടൽസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് ഈ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. anastia@sidorova@rafaels.com എന്ന് പറയുന്ന ഒഫീഷ്യൽ മെയിൽ ഐ ഡി നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വേക്കൻസീസ്, പുതിയ വീഡിയോസും പുതിയ കമ്പനി ഡീറ്റെയിലും വേക്കൻസി എല്ലായിട്ട് വരുന്നതായിരിക്കും. ബൈ. ഈഗിൾ എസ്റ്റേറ്റ് ജോബ്സ്.